ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിങ്ങളിപ്പോൾ കാണുന്ന നമ്മുടെ പുതിയ നിസാൻ ടെക്ടോണിൻ്റെ ഏറ്റവും ബേസ് മോഡലായ വിഷ്യ എന്ന് പറയുന്ന മോഡലാണ്. ഇത് നമ്മുടെ പറഞ്ഞു വരുമ്പം ഡസ്റ്ററിൻ്റെ ബേസ് മോഡൽ, അതായത് ഒത്തൻറ്റിക് എന്ന് പറഞ്ഞ വേരിയൻ്റെ സെയിം ഒരു കോപ്പിയാണെന്ന് പറയാം. അതായത് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നോർമൽ ചേഞ്ചസ് എന്തൊക്കെയാണോ അതൊക്കെ ഉണ്ട്. പിന്നെ ബേസ് മോഡൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. എന്തായാലും ഡസ്റ്ററിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. രണ്ടിൻ്റെയും പ്രൈസും ആക്ച്വലി സെയിം തന്നെയാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. എന്തായാലും ജസ്റ്റ് ഡിസൈൻ മാത്രം എടുക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിന് ടോപ്പ് മോഡലൊക്കെ കിട്ടുന്ന സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. LED DRLs നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, LED ഹെഡ് ലാംപ്സും കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പിൽ കിട്ടുന്നതിനും കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള റിഫ്ലക്ടർ ബേസ്ഡ് ഹെഡ് ലാമ്പ് ആയിരിക്കും കിട്ടുന്നതെന്ന് മാത്രം. ഏതായാലും നമുക്ക് നടുവിലത്തെ ഒരു കണക്റ്റഡ് LED സാധനം വരുന്നില്ല, സൈഡിലുള്ള ഒരു C ഷേപ്പ് DRLs മാത്രമേ വരുന്നുള്ളൂ. അതല്ലാതെ താഴത്ത് നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഇടും. ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ടോപ്പിൽ വരുന്നവരൊക്കെ തന്നെയാണ്. LED ഫോഗ് ലാംപ്സ് ഇല്ല. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കിട്ടുന്നത്. ടോപ്പിലേക്ക് വരികയാണെങ്കിൽ അവർ 18 ഇഞ്ച് അലോയ്സ് വരെ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് റൂഫ് റെയിൽസ് ഷാർക്ക് ഫിനാൻഡിന് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. ഡോർ ഹാൻഡിൽസ് മിറേഴ്സ് എല്ലാം ബോഡി കളറായിട്ട് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഫെൻഡറിൻ്റെ അവിടെയായിട്ട് ആ ഒരു ഡിസൈൻ എലമെൻറ്റ് ടോപ്പിൻ്റെ വരുന്നവർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് എഞ്ചിനാണോ വരുന്നത് അതിനനുസരിച്ച് T160 അല്ലെങ്കിൽ T280 എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും വരും. പിന്നെ നമുക്ക് ബോഡി ക്ലാഡിങ് കിട്ടുന്ന എല്ലാം മാറ്റ് ബ്ലാക്ക് ആണ്. അതുപോലെ ബാക്കിലേക്ക് വരികയാണെങ്കിലും ഫ്രണ്ടിൽ പറഞ്ഞാൽ നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും ക്ലാഡിങ്ങും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ ബാക്കിൽ വലിയൊരു ടെക്ടോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഉണ്ട്. നമുക്കിവിടെയും LED ടെയിൽ ലാംപ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ആ നടുവിലുള്ള സാധനം അത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് നടുവിൽ ലൈറ്റ് കത്തന്നെ ടോപ്പിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഡെഫിനറ്റ്ലി നിസാൻ്റെ ബാഡ്ജിങ്ങിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വ്യത്യാസമുണ്ട്. ബാക്കിലത്തെ ഡിസൈൻ ആക്ച്വലി നമുക്ക് ഡസ്റ്ററിൽ വരുന്ന പോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആ C ഷേപ്പ് നമുക്ക് സൈഡിലത്തെ ലൈറ്റ്സ് വന്നിരുന്നത് മാത്രമേ ഉള്ളൂ. ഡസ്റ്ററിൽ ഒരു V ഷേപ്പ് പോലത്തെ ലൈറ്റാണ്. പിന്നെ ബാക്കിൽ വൈപ്പർ വാഷർ ഡിഫോർ അങ്ങനത്തെ സാധനങ്ങളും ഡെഫിനറ്റ്ലി ഇതിനകത്തില്ല. പക്ഷേ നമുക്ക് സ്പോയിലർ ബാക്കിൽ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണമായിട്ട് പറയാൻ പറ്റുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ഓവറോൾ ഡിസൈൻ. ഒരു ഇത്തിരി പ്ലെയിൻ ആയിട്ട് തോന്നും, പ്രത്യേകിച്ച് ഇങ്ങനെ ടോപ്പിൻ്റെ ഒക്കെ കണ്ടിട്ട് കാണുകയാണെങ്കിൽ. ആ റൂഫ് റെയിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ ചെറിയൊരു മിസ്സിങ് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. നമുക്ക് 3 കളേഴ്സാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് ഉണ്ട്, നേരത്തെ കാണിച്ച സിൽവർ ഉണ്ട്. അതല്ലാതെ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന നമ്മുടെ വൈറ്റ് കളറുണ്ട്. ടോപ്പിനാണെങ്കിൽ നമുക്ക് ടോട്ടൽ 6 കളേഴ്സാണ് അവർ കൊടുക്കുന്നത്. ഇതിൽ പക്ഷേ നമുക്ക് 3 കളേഴ്സേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാൻ പറ്റുന്നത്. ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ്ബോർഡിലോട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. ഡിസൈൻ ആക്ച്വലി സെയിം ആണ്. നമുക്ക് ലെതർ റാപ്ഡ് ഫിനിഷ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. നിസാൻ്റെ ലോഗോ നടുവിലുണ്ട്. പിന്നെ ഇൻസ്റ്റോൺ ലിസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് സ്വിച്ചസും അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. ഡസ്റ്ററിലുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ബേസ് മോഡലാണെങ്കിലും നല്ലൊരു സാധനം കിട്ടുന്നതിൻ്റെ ക്ലസ്റ്ററാണ്. ടോപ്പ് എൻഡിൽ 10 ഇഞ്ചസിൻ്റെ വലിയ ക്ലസ്റ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. 10.25 ഇഞ്ചസ് ആണ്. ഇവിടെ പക്ഷേ അത്രയും വലിയ സൈസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 7 ഇഞ്ചസിൻ്റെ ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്ററാണ് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഇൻഫർമേഷനൊക്കെ ഉണ്ട്. കളർ TFT ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. സാധാരണ ചില വണ്ടികളൊക്കെ ബേസ് മോഡൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോണോക്രോം, അതായത് വാച്ചിൻ്റെ ഡിസ്പ്ലേ പോലത്തെ ക്ലസ്റ്റർ, വൈറ്റ് മാത്രമുള്ള ക്ലസ്റ്റർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ് കമ്പാരിറ്റീവ്ലി. പിന്നെ നമുക്ക് ഡോർ പാഡ്സിൻ്റെ ഡിസൈനൊക്കെ കാണാം. ചെറിയൊരു സോഫ്റ്റ് ഫാബ്രിക് ഫിനിഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിൽവർ ആക്സൻസും അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഡോർ ഹാൻഡിൽസ് ഒക്കെ ബ്ലാക്ക് തന്നെയാണ്. പക്ഷേ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 പവർ വിൻഡോസ് ഉണ്ട്. അതെല്ലാം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ ഉണ്ട്. സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അവിടെ ഒരു വലിയ empty ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേറെ ചെയ്യേണ്ടി വരും പുറത്തുനിന്ന്. അതാണ് ഞാൻ പറഞ്ഞ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് എന്തിനാണെന്ന്. പിന്നെ മാനുവൽ AC ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ സെൻറ്റർ ആംറസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ അതല്ലാതെ വേറെ സിൽവർ ആക്സൻസോ കാര്യങ്ങളും സെൻറ്റർ കൺസോളൊന്നും ആയിട്ട് അവർ കൊടുത്തിട്ടില്ല. സീറ്റ്സിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും നമുക്ക് ടോപ്പിൽ കിട്ടുന്ന സെയിം ഡിസൈനാണ്. കളർ കോമ്പിനേഷൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇരിക്കാനൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. ഫാബ്രിക് സീറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ടോപ്പിൽ വരുന്ന പോലത്തെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റോ സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും ക്യാബിൻ ലാംപ്സ് വരുന്നുണ്ട്, LED ആണ്. പിന്നെ മാനുവൽ ഡേ നൈറ്റ് എയർ ബീംസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ബേസ് മോഡൽ പോലെ തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. 6 വേ മാനുവൽ അഡ്ജസ്റ്റബിൾ ആണ്. കോ ഡ്രൈവർ സീറ്റ് ആണെങ്കിൽ 4 വേ മാനുവൽ അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പി 2 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഡാഷ്ബോർഡിലോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് സിൽവർ ആക്സൻസ് ഒക്കെ ഒരു ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ബേസ് മോഡലാണെന്ന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ അടിക്കില്ല ആ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൂടെ വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ചില കമ്പനികളൊക്കെ ബേസ് മോഡലാകുമ്പോഴേക്കും എല്ലാം കട്ട് ചെയ്തൊരു ജസ്റ്റ് ബ്ലാക്ക് മാത്രമാക്കും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അതുപോലെ ബാക്കിലത്തെ സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞ ഒരു അപ്പോൾസ്ട്രി ആണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് ഇതിൻ്റെ കോമ്പിനേഷൻ, വൈറ്റിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. ബാക്കിൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളുണ്ട്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് ഒന്നും ബാക്കിൽ അവർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓവറോൾ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ള അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ്, ABS, TBD, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, എല്ലാ സംഭവങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. പിന്നെ ഭാരത് എൻക്യാപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റിലാണെങ്കിൽ
ആണെങ്കിൽ പോലും ഈ വണ്ടിക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണ്. ഡസ്റ്ററിന് കിട്ടിയതായിരുന്നു. ഈ വണ്ടിയിൽ ലോഞ്ച് ടൈമിൽ തന്നെ നിസാൻ അതങ്ങ് അനൗൺസ് ചെയ്തു. അപ്പോൾ പിന്നെ അത് എളുപ്പമായല്ലോ. അതാണ് സംഭവങ്ങൾ. ഇനി ഇതിന് ടോപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ വിഷ്യ പ്ലസിൻ്റെയും അതുപോലെ അതിൻ്റെ നടുവിലത്തെ വേരിയൻറ്റ്, നമുക്ക് ആക്ച്വലി എനിക്ക് ഇതിന് നടുവിലത്തെ വേരിയൻ്റാണ് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് പറയാൻ തോന്നുന്നത്. സോ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാം. കാരണം നമുക്ക് ആക്സെൻ്റ് ആൻഡ് കണക്ട് അങ്ങനെ കുറച്ചധികം വേരിയൻസ് വരുന്നുണ്ട്. വിഷ്യ പ്ലസ് തമ്മിൽ നോക്കുമ്പം എനിവേ ഡിഫറൻസ് നമുക്ക് പിന്നെ പറയാം. ഇനി അതല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ആകപ്പാട് ബേസ് മോഡൽ നമുക്ക് ഒറ്റ എഞ്ചിൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് 1 ലിറ്റർ ടർബോ പെട്രോൾ ആണ്. സംഭവം 3 സിലിണ്ടർ ആണ്. നമുക്ക് കൈകളിലും മാഗ്നറ്റിലൊക്കെ കിട്ടുന്ന സെയിം ടർബോ പെട്രോൾ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓൺ പേപ്പർ ആണെങ്കിലും 100 bhp അതുപോലെ 166 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ കോഡ് നെയിം, അതായത് എഞ്ചിൻ്റെ പേര് വരെ പറയുന്നത് T160 എന്നാണ്. ഇതിൻ്റെ സൈഡിലാണെങ്കിലും നിങ്ങൾ ഈ വണ്ടി ബേസ് മോഡലൊക്കെ എടുക്കാം, ഈവൻ ഈ എഞ്ചിൻ വരുന്ന ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും T160 എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആയിരിക്കും നമുക്ക് സൈഡിലൊക്കെ കിട്ടുന്നത്. ഇത് 6 സ്പീഡ് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ നിസാൻ നമ്മുടെ 1 ലിറ്റർ എഞ്ചിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് കുറേ വേരിയൻസിലുണ്ടെന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ മാഗ്നറ്റിലൊക്കെ കൊടുത്ത CVT ഇതിനകത്ത് കൊടുക്കും എന്നുള്ള റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് നടന്നിട്ടില്ല. അത് വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാവുന്നുള്ളൂ. റെനോ തന്നെ അത് ഡസ്റ്ററിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ 1 ലിറ്റർ മോഡൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. ടെസ്റ്റിലാണ് നമുക്ക് ആകപ്പാടെ ബേസിക് 3 വേരിയൻസിൽ മാത്രമേ അത് കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് പക്ഷേ എല്ലാ വേരിയൻസിലും നമുക്ക് 1 ലിറ്ററിൻ്റെ ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ബേസ് മുതൽ അങ്ങ് ടോപ്പ് വരെ എല്ലാത്തിനും നിങ്ങൾക്ക് 1 ലിറ്റർ വേണോ എടുത്തോ എന്നാണ് നിസാൻ പറയുന്നത്. അതിൻ്റെ ഗുണമുണ്ട്. കാരണം ഇതിപ്പോൾ ഓൺ പേപ്പർ അത്ര ഭയങ്കര വലിയ പവറൊന്നും ഇല്ലെങ്കിലും അവരതിൻ്റെ ട്യൂണിങ്ങും ഗിയർ റേഷ്യോ ആണ് മെയിൻ കളി. കാരണം ഭയങ്കര ഷോർട്ടായിട്ടുള്ള റേഷ്യോസ് ആണ്. നമുക്ക് ഏകദേശം ഒരു 100 വരെ അത്യാവശ്യം സ്പീഡ് ഗെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പെപ്പിയായിട്ട് പോകുന്ന രീതിയിലാണ് അവർ എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടൊന്നും തോന്നില്ല. പ്രൈസ് ആണെങ്കിൽ പോലും 10.49 lakhs സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ 1 ലിറ്റർ എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 16.49 lakhs വരെയാണ് പോകുന്നത്. ടെസ്റ്ററിൻ്റെ കേസ് ആണെങ്കിൽ 13.49 lakhs അത് അവസാനിക്കുന്നത്. കാരണം അത് അഗൈൻ ഈ പറഞ്ഞ ബേസിക് 3 വേരിയൻസ് കഴിഞ്ഞാൽ പിന്നെ 1 ലിറ്റർ മോഡൽ വരുന്നില്ല. അതായത് നമ്മുടെ ഇതിൻ്റെ ആക്സെൻ്റ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ, അല്ല ഇതിൻ്റെ എൻകണക്റ്റ മോഡൽ എന്ന് പറയും. പക്ഷേ നിസാൻ അതിൻ്റെ ഇടയിൽ ഒരുപാട് വേരിയൻസ് കൊടുത്തിട്ട് ആ ലൈനപ്പ് എല്ലാം ഒന്ന് കുറച്ചുകൊണ്ട് ആൾക്കാർക്ക് ആക്സസബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്സെൻ്റ് ആണെങ്കിൽ പോലും 11.79 lakhs നമുക്ക് കിട്ടും. അതിന് മുകളിൽ എൻകണക്റ്റ വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 1.9 lakhs അടുത്ത് വരെ അതിലേക്ക് ഡിഫറൻസ് പോകുന്നുണ്ടെന്ന് പറയും. പക്ഷേ എന്നാൽ പോലും താഴത്തെ വേരിയൻസ് അഫോർഡബിൾ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിന് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ 1 ലിറ്റർ മോഡലാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ആയേനെ. കാരണം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. അതിപ്പോൾ CVT ആണെങ്കിലും ചിലപ്പോൾ ഗിയർ റേഷ്യോസ് എല്ലാം കൂടെ ഒന്ന് മാച്ചപ്പായിട്ട് വണ്ടി ഇനി അണ്ടർ പവർഡായിട്ട് തോന്നുമോ എന്ന് ഫീൽ ചെയ്യിപ്പിച്ചത് കൊണ്ടായിരിക്കും അവർ കൊടുക്കാത്തത്. എന്താണെങ്കിലും നമുക്കറിയില്ല. ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഏതായാലും ഡസ്റ്ററും അതുപോലെ ടെക്ടോണും രണ്ടിൻ്റെയും ബേസ് മോഡൽ സെയിം പ്രൈസിൽ വരുന്ന സ്ഥിതിക്ക് ഇതിൽ നിങ്ങൾ ഏതായിരിക്കും കൺസിഡർ ചെയ്യുക? ഇതാണോ മറ്റാണോ എന്ന് കമൻസിൽ പറഞ്ഞേക്കുക. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബേസ് മോഡൽ ഇത്രയും സംഭവങ്ങൾ കുറവാണ്. അതായത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇൻഫോർടൈം സിസ്റ്റം അതൊക്കെ പുറത്തും ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങളിത് കൺസിഡർ ചെയ്യുക അതോ മുകളിലത്തെ വേരിയൻസ് ആയിരിക്കും നോക്കുക എന്നും കൂടെ കമൻസിൽ പറഞ്ഞേക്കുക. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആയി ചെക്കൗട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.